Dear students, now we are going to discuss a problem. Question idana, using convolution solve y double dash plus 3y dash plus 2y equal to r of t, where r of t equal to രണ്ട് വാല്യൂസ് ആണ് r of t ക്ക് ഉള്ളത്, 1ഉം 0യും. 1 വരുന്ന എപ്പോഴാണ്? 1 if 1 ലെസ് ദാൻ t ലെസ് ദാൻ 2, അതായത് ടിയുടെ വാല്യൂ 1നും 2നും ഇടയിലുള്ളപ്പോൾ മാത്രമാണ് ആർ ഓഫ് ടിക്ക് 1 എന്നുള്ള വാല്യൂ വരിക. അല്ലാത്തപ്പോഴൊക്കെ എന്താണ്? ആർ ഓഫ് ടിയുടെ വാല്യൂ 0 ആണ്. ഇനി വേറൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, y ഓഫ് 0 ഈക്വൽ ടു y ഡാഷ് 0 ഈക്വൽ ടു 0, അതായത് വൈയുടെയും y ഡാഷിൻ്റെയും വാല്യൂ അറ്റ് ടി ഈക്വൽ ടു 0 എന്താണ്? ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ 0 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? ഇതൊരു നോൺ ഹോമോജീനിയസ് ODE ആണ്. അപ്പോൾ നോൺ ഹോമോജീനിയസ് ആയിട്ടുള്ളതിനെ കൺവല്യൂഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യേണ്ട മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. എന്തായിരുന്നു? നമ്മൾ ആപ്ലിക്കേഷൻ ടു നോൺ ഹോമോജീനിയസ് ലീനിയർ ODE എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ മെത്തേഡിൽ ജനറൽ ഇക്വേഷൻ എന്താണ്? y ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഈക്വൽ ടു ആർ ഓഫ് ടി ഫോമിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അത് സോൾവ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? അതിൻ്റെ സൊല്യൂഷൻ y ഓഫ് ടി ആണെങ്കിൽ ആ y ഓഫ് ടിയുടെ ട്രാൻസ്ഫോമാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. അത് ക്യാപിറ്റൽ y ഓഫ് എസ് എങ്ങനെ കിട്ടും? ക്യാപിറ്റൽ y ഓഫ് എസ് അതാണ് ഈ ഇക്വേഷൻ എഴുതിയേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ക്യാപിറ്റൽ y ഓഫ് എസിൻ്റെ ഇക്വേഷനാണിത്. അതിൽ ആർ നമ്മൾ ഡിഫൈൻ ചെയ്തു, ക്യൂ നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ അങ്ങനെ y ഓഫ് എസിൽ നിന്നും തിരിച്ച് y എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും ഉണ്ടെങ്കിൽ y ഈക്വൽ ടു ആർ ക്യൂ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ y ഹാസ് ദ ഇൻവേഴ്സ് നമ്മുടെ കൺവല്യൂഷൻ തിയറം വെച്ചിട്ട് സ്മോൾ y ഈക്വൽ ടു ആർ സ്റ്റാർ ക്യൂ എന്ന് കിട്ടും. ഇതിൽ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആറിൻ്റെ ഇൻവേഴ്സ്, സ്മോൾ ക്യൂ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ക്യൂവിൻ്റെ ഇൻവേഴ്സ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് കിട്ടും? സ്മോൾ y എന്ന് പറയുന്ന ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനും ഏത് ഫോമിലാണ് കിടക്കുന്നത്? ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? y ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഈക്വൽ ടു ആർ ഓഫ് ടി ഫോമിലാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് നമുക്കിത് സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ മെത്തേഡ് പ്രകാരം നമുക്ക് എന്താ? അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. വി നോ ദാറ്റ് സൊല്യൂഷൻ ഓഫ് y ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഈക്വൽ ടു ആർ ഓഫ് ടി. കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്, വിത്ത് y ഓഫ് 0 ഈക്വൽ ടു y ഡാഷ് 0 ഈക്വൽ ടു 0 ഈസ് ഗിവൺ ബൈ. അതായത് ഇത്രയും കണ്ടീഷൻ ഒരുമിച്ചുണ്ടെങ്കിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനും വേണം, ഈ കണ്ടീഷനും വേണം. ഇത് ഒരുമിച്ചുണ്ടെങ്കിൽ ഇവരുടെ സൊല്യൂഷൻ എങ്ങനെ കിട്ടും എന്നാണ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവരുടെ സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കിട്ടുന്നത് y ഓഫ് ടി ഈക്വൽ ടു ആർ സ്റ്റാർ ക്യൂ ആണല്ലോ. നമ്മുടെ തിയറത്തിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? y ഓഫ് ടി ഈക്വൽ ടു സ്മോൾ ആർ സ്റ്റാർ ക്യൂ എന്ന് കിട്ടും എന്നാണ് പറയുന്നത്. ഇനി ആർ സ്റ്റാർ ക്യൂ എന്താണ്? ഇൻ്റഗ്രൽ 0 ടു ടി ആർ ഓഫ് ടോ ഇൻറ്റു ക്യൂ ഓഫ് ടി മൈനസ് ടോ ഡി ടോ. അത് തന്നെയാണ് ഇവിടെയും എഴുതിയേക്കുന്നത്. നോക്കിയേ, y ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ടി ആർ ഓഫ് ടോ ഇൻറ്റു ക്യൂ ഓഫ് ടി മൈനസ് ടോ ഡി ടോ. ഇതാണ് സൊല്യൂഷൻ. അപ്പോൾ ഈ സൊല്യൂഷൻ ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റില്ല, കാരണം നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ ഒന്നും നമുക്ക് അറിയത്തില്ല. ശരിയല്ലേ? ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും, കാരണം ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. പക്ഷേ ആറിൻ്റെ വാല്യൂ മാത്രം പോരല്ലോ y എഴുതണമെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂവും കൂടി കിട്ടണം. എന്നിട്ട് ആറും ക്യൂവും കൂടെ മൾട്ടിപ്പിൾ ചെയ്ത ശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് y കിട്ടുക. അപ്പോൾ സ്മോൾ ക്യൂവിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും? സ്മോൾ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ക്യൂ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ക്യൂവിൻ്റെ ഇൻവേഴ്സ് ആണല്ലേ. സ്മോൾ ക്യൂ ഈസ് ദി ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് ക്യാപിറ്റൽ ക്യൂ. ഇനി ക്യാപിറ്റൽ ക്യൂ നമുക്ക് എങ്ങനെ കിട്ടും? ക്യാപിറ്റൽ ക്യൂ ആണ് എഴുതിയേക്കുന്നത്. ക്യൂ ഓഫ് എസ് ഈക്വൽ ടു, അതും നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, 1/s² പ്ലസ് as പ്ലസ് ബി. ഇനി നമുക്ക് ആ എയുടെയും ബിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ക്യൂ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിവിടെ ആർ ഓഫ് ടി എന്താണെന്ന് ഒന്നുകൂടെ എടുത്തെഴുതാം. ജസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, അത് ഒന്നുകൂടെ എഴുതുന്നതേ ഉള്ളൂ. ഹിയർ ആർ ഓഫ് ടി ഈക്വൽ ടു 1 if 1 ലെസ് ദാൻ ടി ലെസ് ദാൻ 2 ആൻഡ് 0 അതർവൈസ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി കേസിലും 0 തന്നെയാണ്. 1 മുതൽ 2 വരെ വരുന്ന ഇൻ്റർവെല്ലിൽ മാത്രമേ ആറിന് 1 എന്നുള്ള വാല്യൂ കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ക്യൂ ഓഫ് എസ് എന്താണെന്ന് നോക്കാം. ക്യൂ ഓഫ് എസ് എന്താണ്?
ക്യൂ ഓഫ് എസ് ഈക്വൽ ടു 1/s² പ്ലസ് 3. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? 1/s² പ്ലസ് as+b. ഇവിടെ എയുടെ വാല്യൂ എന്താണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കൂ. എയുടെ സ്ഥാനത്ത് 3 ആണ് കിടക്കുക, ബിയുടെ സ്ഥാനത്ത് 2 ആണ് കിടക്കുക. അപ്പോൾ ക്യൂ ഓഫ് എസ് എന്ത് കിട്ടും? ക്യൂ ഓഫ് എസ് ഈക്വൽ ടു 1/s² പ്ലസ് asന് പകരം 3s പ്ലസ് ബിക്ക് പകരം 2. ഇനി നമ്മളിവിടെ ഒരു റീഅറേഞ്ച്മെൻറ്റ് നടത്തുവാണ്. ഇതാണ് നിങ്ങളിനി ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം നമുക്കിത് ഈ ഫോമിൽ കിടന്നാൽ, ഇപ്പോൾ ഈ ക്യൂ ഓഫ് എസ് നമുക്ക് ഇങ്ങനെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്കിതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമുള്ളൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കണം. ആ കൺവേർട്ട് ചെയ്യുന്ന രീതിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ബാക്കി ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. എന്താണ് ചെയ്തത്? നമ്മൾ ആ s² പ്ലസ് 3s പ്ലസ് 2നെ എസ് വരുന്ന 2 ടേമിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതി. എങ്ങനെയാണ് വരിക? അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്ന പൊസിഷനിൽ 3ഉം കിടക്കുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്ന പൊസിഷനിൽ 2ഉം കിടക്കുന്നു. അപ്പോൾ എങ്ങനെ ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുക? ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പം മൾട്ടിപ്ലൈ ചെയ്യുന്നത് 2 വരണം, ആഡ് ചെയ്യുന്നത് 3 വരണം. അപ്പോൾ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? 1ഉം 2ഉം എടുത്താൽ പോരെ? 1ഉം 2ഉം എടുത്താൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 വരും, ആഡ് ചെയ്യുമ്പോൾ 3ഉം വരും. അപ്പോൾ ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 1/s+2 ഇൻറ്റു s+1 എന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? അടുത്ത സ്റ്റെപ്പിൽ ആ ന്യൂമറേറ്ററിലുള്ള 1ന് പകരം നമ്മൾ എന്ത് ചെയ്തു? s+2 മൈനസ് s+1 എന്ന് എഴുതി. അങ്ങനെ എഴുതാമല്ലോ, കാരണം എസും എസും ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ 2 - 1 എന്നുള്ളത് 1 എന്ന് തന്നെ വരും. നമ്മൾ അങ്ങനെ എഴുതുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വീണ്ടും അത് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഈ സ്റ്റെപ്പിലുള്ള s+2 ഡിവൈഡഡ് ബൈ ഈ 2 ടേമും കൂടെ ഒരുമിച്ച് എഴുതുന്നു, ഈ പ്രോഡക്റ്റ് ഒരുമിച്ച് എഴുതുന്നു, മൈനസ് അടുത്ത ടേം എന്താ? s+1 ഡിവൈഡഡ് ബൈ ഈ 2 ടേമും കൂടെ ഒരുമിച്ച് എഴുതുന്നു. അപ്പോൾ നമുക്ക് s+2ൻ്റെ ഒരു ടേം ഫസ്റ്റ് ടേമിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും, s+1ൻ്റെ ഒരു ടേം സെക്കൻഡ് ടേമിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്ത് കിട്ടും? അടുത്ത സ്റ്റെപ്പിൽ ഇത് 1/s+1 മൈനസ് 1/s+2 എന്ന് കിട്ടും. ഇതിപ്പോൾ ഏത് ഫോമിലാണ് കിടക്കുന്നത്? ഇതിപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു ഫോമില കിടക്കുന്നത്. അതാണ് ഞാനിവിടെ ആ ബോക്സിൽ കാണിച്ചേക്കുന്നത്. ഇതിപ്പോൾ ഏത് ഫോമാണ്? 1/s-a എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. 1/s-a എന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്, അതായത് L(e)(at) ആണ്. ഇതിപ്പോൾ ഏത് ഫോമിലാണ് കിടക്കുന്നത്? 1/s+1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 1/s-(-1). അതുപോലെ ഇതോ 1/s-(-2). അപ്പം ആദ്യത്തെ ടേമിൽ എയുടെ സ്ഥാനത്ത് -1ഉം രണ്ടാമത്തെ ടേമിൽ എയുടെ സ്ഥാനത്ത് -2 ആണ് കിടക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? L(e)(at)ക്ക് പകരം L(e)-1 × t മൈനസ് L(e)-2 എന്ന് വരും. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ക്യൂവിനെ നമ്മൾ ക്യൂ ഓഫ് എസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ക്യൂവിനെ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സംതിങ് എന്ന് പറഞ്ഞ് കിട്ടി. ഇനി സ്മോൾ ക്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി? 2 സൈഡിലും ഇൻവേഴ്സ് എടുത്താൽ മതി. അപ്പോൾ സ്മോൾ ക്യൂ ഈക്വൽ ടു എന്താ കിട്ടുക? സ്മോൾ ക്യൂ ഓഫ് ടി ഈക്വൽ ടു L(−) ഓഫ് ക്യൂ ഓഫ് എസ് വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഓഫ് എസ് നമുക്കിപ്പോൾ എങ്ങനെ കിട്ടി? L(−) ഓഫ് L(e)-t മൈനസ് L(e)-2t. അപ്പോൾ നമ്മൾ L(−) അകത്തോട്ട് എടുക്കുമ്പോൾ എല്ലും L(−) കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് എന്ത് മാത്രം വരും? e(t മൈനസ് e(-2t) എന്ന് വരും. ഇത് ആക്ച്വലി എന്തിൻ്റെ വാല്യൂ ആണ്? ക്യൂ ഓഫ് ടിയുടെ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? ക്യൂ ഓഫ് ടി കിട്ടിക്കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടല്ലോ y ഓഫ് ടിയുടെ ഇക്വേഷൻ. y ഓഫ് ടി ഈക്വൽ ടു (0 to t r(τ) × q ഓഫ് ടി മൈനസ് τ d(τ) എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി r ഓഫ് τ എന്താണെന്ന് നമുക്കൊന്നും കൂടെ നോക്കാം. നമ്മൾ നേരത്തെ r ഓഫ് ടി എഴുതിയില്ല, അപ്പോൾ ടിക്ക് വരെ ഇനി ടോയുടെ ടൈമിൽ ഒന്ന് എഴുതുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ r ഓഫ് τ ഈക്വൽ ടു 1 if 1 < τ < 2, അതുപോലെ തന്നെ 0 അതർവൈസ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് t > 0 ആണ്. അപ്പോൾ 3 കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുക. അത് നമ്മൾ 3 കേസായിട്ടാണ് കൺസിഡർ ചെയ്യുക. t > 0 നമ്മൾ 3 കേസായിട്ടാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. കേസ് 1 t <-1. നമുക്ക് വേണ്ടത് എന്നൊന്നുകൂടെ എഴുതി കാണിക്കാം. നമുക്ക് വേണ്ട ടി എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ടി ആണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ടി എന്ന് പറയുമ്പം ഇതിപ്പം 0 ആണെന്ന് വിചാരിക്കുക. ഇത് 1, ഇത് 2.
അപ്പോൾ നമ്മളിത് 3 കേസായിട്ട് ചെയ്യുമ്പം ഫസ്റ്റ് കേസിൽ ടി എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവെല്ലിലാണ് കിടക്കുന്നത്, അതായത് t<1. സെക്കൻഡ് കേസിൽ ടി ഈ ഇൻ്റർവെല്ലിലാണ് കിടക്കുന്നത്, അതായത് 1<t>2. തേർഡ് കേസിൽ ടി ഈ ഇൻ്റർവെല്ലിലാണ് കിടക്കുന്നത്, അതായത് t>2. മനസ്സിലായോ 3 കേസ് എങ്ങനെയാണെന്ന്? നമ്മൾ 3 ഇൻ്റർവെല്ലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. 0 മുതൽ 1 വരെ ഫസ്റ്റ് കേസ്, 1 മുതൽ 2 വരെ സെക്കൻഡ് കേസ്, 2 മുതൽ മേപ്പോട്ട് അത് മൂന്നാമത്തെ കേസായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് എന്താണ്? ടി ഓൾറെഡി >0 ആണല്ലോ. അപ്പോൾ t<1 എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? 0<t>1. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. അങ്ങനെയാണെങ്കിൽ ആ കേസിൽ y(t) നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പം നമുക്ക് r കിട്ടി, q കിട്ടി. ഇനി അത് മൾട്ടിപ്ലൈ ചെയ്യുക, y കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ ഇൻ്റർവെല്ലും yക്ക് ഓരോ വാല്യൂ ആണ്. അതുകൊണ്ട് നമ്മളിത് 3 കേസായിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ t<1 ആകുമ്പോൾ y(t) എങ്ങനെ കിട്ടും? ഇൻ്റഗ്രൽ 0 to t. y(t)യുടെ ഇക്വേഷൻ എന്താണ്? നമ്മൾ ആദ്യമേ തന്നെ എഴുതി വെച്ചിട്ടുണ്ടതാ, ഈ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ അത് വീണ്ടും ഇവിടെ എഴുതുന്നു. y(t) = ഇൻ്റഗ്രൽ 0 to t r(τ) × q(t - τ) d(τ). ഇനി r(τ)യുടെ വാല്യൂ നിങ്ങളൊന്ന് നോക്കിക്കേ. r(τ)യുടെ വാല്യൂ 1 മുതൽ 2 വരെ വരുമ്പോൾ മാത്രമേ 1 വരുന്നുള്ളൂ. ബാക്കി സ്ഥലത്തൊക്കെ എന്താണ്? 0 ആണല്ലേ. ഇവിടെ ടോ വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? d(τ) വെച്ചിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റിൽ ടോ വേരി ചെയ്യുന്നത് 0 മുതൽ t വരെയാണ് ടോ വേരി ചെയ്യുന്നത്. പക്ഷേ ടിയുടെ വാല്യൂ എന്തിനേക്കാളും ചെറുതാ? 1നേക്കാളും ചെറുതാണ്. കാരണം ഇവിടെ കേസ് 1ൽ t<1 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടോയുടെ വാല്യൂ എന്താണ്? ടോയുടെ വാല്യൂ 1നേക്കാളും ചെറുതാണ്. അപ്പോൾ ടോയുടെ വാല്യൂ 1നേക്കാൾ ചെറുതാണെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്ത് വരും? 0 വരും. അപ്പോൾ ഇവിടെ r(τ)ക്ക് വരും ഫസ്റ്റ് കേസിൽ 0 എഴുതാം. അപ്പോൾ 0 × സംതിങ് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടും. 0യുടെ ഇൻ്റഗ്രൽ അഗൈൻ 0 കിട്ടും. അപ്പോൾ ഞാനത് അവിടെ ഈ റൈറ്റ് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. സിൻസ് ടോ വേരീസ് ഫ്രം 0 to t ബട്ട് t<1. അതായത് ടോയുടെ വേരിയേഷൻ 0 മുതൽ t വരെ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഇൻ്റഗ്രലിനകത്ത് അങ്ങനെയല്ല എഴുതിയേക്കുന്നത്. ടോ വേരീസ് ഫ്രം 0 to t ആണ്. പക്ഷേ ടിയുടെ വാല്യൂ 1നേക്കാളും ചെറുതാണ്. അപ്പോൾ ടോയുടെ വാല്യൂ എന്തായിരിക്കും? 0 മുതൽ ആ 1നേക്കാളും ചെറിയ വാല്യൂ വരെ വേരി ചെയ്യാൻ പറ്റുന്നുള്ളൂ. 1നേക്കാൾ ചെറിയ കേസിലൊക്കെ r(τ) എന്താണ്? അത് 0 ആണ്. സോ r(τ) = 0. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. അത് മനസ്സിലായല്ലോ അല്ലേ? രണ്ടാമത്തെ കേസ് എന്താണ്? ടിയുടെ വാല്യൂ 1<t>2. ആ കേസിൽ എപ്പോഴും ടോ എങ്ങനെയാണ് വേരി ചെയ്യുക? എല്ലാ കേസിലും ടോ വേരി ചെയ്യുന്നത് 0 മുതൽ t വരെയാണ്. അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകുക? ആ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റിൽ നിന്ന് അത് മനസ്സിലാകുന്നത്. ടോ d(τ) വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ടോയുടെ ലിമിറ്റായിരിക്കും നമ്മൾ ഇൻ്റഗ്രേഷനിൽ എഴുതുക. അപ്പോൾ ടോ എപ്പോഴും വേരി ചെയ്യുന്നത് 0 മുതൽ t വരെയാണ്. ഇവിടെ ഇപ്പം ടിയുടെ വാല്യൂ കിടക്കുന്നത് 1നും. ഞാൻ ഈ ഫിഗർ വരച്ചേക്കുന്നത് ശ്രദ്ധിച്ചേ. ഇതാണ് 0, ഇതാണ് 1, ഇതാണ് 2. അപ്പോൾ 1നും 2നും ഇടയിലുള്ള ഏതോ ഒരു വാല്യൂ ആണ് t. അപ്പോൾ ഇവിടെ ടോ വേരി ചെയ്യുന്നത് 0 മുതൽ ഈ t വരെയാണ് ടോ വേരി ചെയ്യുന്നത്. അവിടെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യണം. കാരണം ഈ 0 മുതൽ 1 വരെ ടോ വേരി ചെയ്യുമ്പോൾ ആറിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. 1 മുതൽ t വരെ വരുമ്പോഴാണ് പിന്നെ ആറിൻ്റെ വാല്യൂ 1 കിട്ടുക. അത് നിങ്ങൾക്ക് മനസ്സിലായോ? ടോയുടെ വേരിയേഷൻ കിടക്കുന്നത് 0 മുതൽ t വരെയാണ്. ഈ 0 മുതൽ t വരെ വേരി ചെയ്യുന്ന സാധനം നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതായത് ആദ്യം 0 മുതൽ 1 വരെ വേരി ചെയ്യുന്നു, പിന്നെ 1 മുതൽ t വരെ വേരി ചെയ്യുന്നു. അതാണ് ഈ ഫിഗറിനകത്ത് കാണിച്ചേക്കുന്നത്. അപ്പം 0 മുതൽ 1 വരെ വേരി ചെയ്യുമ്പോൾ ആറിൻ്റെ വാല്യൂ എന്ത് വരും? ആറിൻ്റെ വാല്യൂ 0 വരും. പിന്നെ 1 മുതൽ t വരെ വേരി ചെയ്യുമ്പോഴാണ് ആറിൻ്റെ വാല്യൂ 1 വരിക. അതാണ് ഇവിടെ എഴുതി വച്ചേക്കുന്നത്. r(τ) = 0 from 0 to 1 and r(τ) = 1 from 1 to t.
കാരണം ടിയുടെ വാല്യൂ 1-നേക്കാൾ വലുതും 2-നേക്കാൾ ചെറുതുമല്ലേ. അപ്പം നമ്മൾ എങ്ങനെ ഇൻ്റഗ്രേഷൻ ചെയ്യുക? y ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t r ഓഫ് ടോ ഇൻറ്റു q ഓഫ് ടി മൈനസ് ടോ ഡി ടോ ഈക്വൽ ടു, നമ്മൾ ഇൻ്റഗ്രേഷൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ 0 to t എന്നുള്ളത് ഇൻ്റഗ്രൽ 0 to 1 പ്ലസ് ഇൻ്റഗ്രൽ 1 to t എന്ന് എഴുതുന്നു. അപ്പോൾ അവിടെ 0 to 1 കേസിൽ എന്താണ്? ആറിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് 0 എഴുതുന്നു. 1 to tയുടെ ഇൻ്റഗ്രലിനകത്ത് ആറിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് 1 എഴുതുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് കിട്ടും? ആദ്യത്തെ ഇൻ്റഗ്രൽ 0 ആയിപ്പോവും. 0 to 1 വരെയുള്ള ഇൻ്റഗ്രൽ 0 ആയിപ്പോവും. രണ്ടാമത്തെ ഇൻ്റഗ്രൽ മാത്രം നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to t. ആറിൻ്റെ വാല്യൂ 1 അല്ലേ, അതുകൊണ്ട് ആറില്ല അവിടെ. q ഓഫ് ടി മൈനസ് ടോ ഡി ടോ. ക്യൂവിൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? നമ്മൾ q ഓഫ് ടിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു q ഓഫ് ടിയുടെ വാല്യൂ? q ഓഫ് ടിയുടെ വാല്യൂ e⁻t മൈനസ് e⁻2t ആയിരുന്നു. ഇവിടെ വരുന്നത് q ഓഫ് ടി മൈനസ് ടോ ആണ്. അപ്പോൾ ടിയുടെ സ്ഥാനത്തൊക്കെ ടി മൈനസ് ടോ എന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സാധാരണ രീതിയിൽ നമ്മൾ എക്സ്പൊണൻഷ്യൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടോയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ടി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ടോയാണ് വേരി ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത് എന്തിനാണ്? ടോയ്ക്കാണ് ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് എവിടെ തൊട്ട് എവിടം വരെ വേരി ചെയ്യും? 1 മുതൽ ടി വരെ ലിമിറ്റ് വേരി ചെയ്യും. അങ്ങനെ നമ്മൾ വേരി ചെയ്ത് എഴുതി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇങ്ങനൊരു ആൻസർ കിട്ടി. ഇതിപ്പം ടിയുടെ വാല്യൂ 1-നും 2-ക്കും ഇടയിൽ കിടക്കുമ്പോഴുള്ള സൊല്യൂഷൻ്റെ വാല്യൂ ആണ്. ഇനി അടുത്ത കേസ് എന്താണ്? ടി ഗ്രേറ്റർ ദാൻ 2 ആകുന്ന കേസ്. അപ്പോൾ ടി ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോഴും നമ്മൾ ആ ഇൻ്റർവെല്ലിൽ സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെയാണ്? ടോ എപ്പോഴും എവിടം തൊട്ട് എവിടം വരെയാണ് വേരി ചെയ്യുന്നത്? ടോ എപ്പോഴും വേരി ചെയ്യുന്നത് 0 മുതൽ ടി വരെയാണ് നമ്മുടെ ടോയുടെ വേരിയേഷൻ എപ്പോഴും കിടക്കുന്നത്. ഓക്കെ, ഇവിടെ ടിയുടെ വാല്യൂ 2-നേക്കാൾ വലുതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ആദ്യം 0 മുതൽ 1 വരെ ഉള്ളത് എടുക്കുന്നു, പിന്നെ 1 മുതൽ 2 വരെ ഉള്ളത് എടുക്കുന്നു, പിന്നെ 2 മുതൽ ടി വരെ ഉള്ളത് എടുക്കുന്നു. മനസ്സിലായോ? അതാണ് ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം. ടോ വേരീസ് ഫ്രം 0 to t, അതായത് 0 to 1, പിന്നെ 1 to 2, പിന്നെ 2 to t. ഞാൻ അവിടെ ഫിഗർ വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 0 മുതൽ 1 വരെ വേരി ചെയ്യുമ്പോൾ എന്താണ്? ആറിൻ്റെ വാല്യൂ 0 ആണ്. 1 മുതൽ 2 വരെ വേരി ചെയ്യുമ്പോഴും ആറിൻ്റെ വാല്യൂ 1 ആണ്. പിന്നെ 2-നും മേപ്പോട്ടും ആറിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ വീണ്ടും ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ആറിൻ്റെ വാല്യൂ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂ 1 വരുന്ന ഇവിടെ മാത്രമാണ്? ഫ്രം 1 to 2 മാത്രമാണ് 1 വരുന്നത്. 0 to 1-ഉം 0 ആണ്, 2 to t-യും 0 ആണ്. സോ y ഓഫ് ടിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? y ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 പ്ലസ് ഇൻ്റഗ്രൽ 1 to 2 പ്ലസ് ഇൻ്റഗ്രൽ 2 to t. അതായത് 0 മുതൽ ടി വരെയുള്ള ഇൻ്റഗ്രേഷൻ നമ്മളിങ്ങനെ 3 ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിൽ തന്നെ ഒന്നാമത്തെ ഇൻ്റഗ്രലും മൂന്നാമത്തെ ഇൻ്റഗ്രലും 0 വരും. കാര്യം അവിടെയൊക്കെ ആറിൻ്റെ വാല്യൂ 0 ആണ്. അപ്പം നമുക്ക് നടുക്കത്തെ ഇൻ്റഗ്രൽ മാത്രമേ നോൺ സീറോ വാല്യൂ ഉള്ളൂ. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 1 ഇൻറ്റു q ഓഫ് ടി മൈനസ് ടോ ഡി ടോ. നമ്മൾ നേരത്തെ എഴുതിയില്ലേ, അതുപോലെ തന്നെ. അടുത്ത സ്റ്റെപ്പിൽ q ഓഫ് ടി മൈനസ് ടോയുടെ വാല്യൂ നമ്മൾ എഴുതുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ 1 to 2 q ഓഫ് ടി മൈനസ് ടോയുടെ വാല്യൂ നേരത്തെ ചെയ്തില്ലേ, അതുപോലെ തന്നെ ലിമിറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. നേരത്തെ ഉള്ളത് ലിമിറ്റ് 1 to t ആയിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ ലിമിറ്റ് 1 to 2 ആണ് കിടക്കുന്നത്. അങ്ങനെ നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റൊക്കെ അപ്ലൈ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് എന്ത് ആൻസർ കിട്ടും? ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് 3 കേസിലും വൈക്ക് 3 വാല്യൂ ആണ് കിട്ടുന്നത്. നമ്മൾ അങ്ങനെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യണം. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങളത് നന്നായിട്ട് പഠിക്കുക ഈ ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, താങ്ക് യു.